വളരെ ഗൗരവമായ ഒരു കാര്യമാ. ഉമർ 20 റക്അത്ത് നിസ്കരിച്ചെങ്കിലും ഞങ്ങൾ നിസ്കരിക്കൂല. റസൂലുള്ള 20 നിസ്കരിച്ചോ? റസൂലുള്ള ചെയ്യാത്ത പല കാര്യങ്ങളും ഉമർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ചെയ്ത കാര്യങ്ങൾ നന്മയായതുകൊണ്ട് റസൂലുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി ഹിജറ പോയത് എങ്ങനെയാ മക്കളെ? അള്ളാന്റെ റസൂല് ഹിജറ പോയത് മറ്റുള്ളവരറിയാതെ ഒളിച്ചും പതുങ്ങിയുമാ പോയത്. എവിടെങ്കിലും ശത്രു വരുന്നോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടാ പോയത്. അങ്ങനെ റസൂലുള്ള ഹിജറ പോയി. അള്ളാന്റെ റസൂലിന് അങ്ങനെ പോകാനായിരുന്നു അള്ളാഹുവിന്റെ കൽപ്പന. അങ്ങനെ റസൂലുള്ള ഹിജറ പോയി. പക്ഷെ അങ്ങനെ ഹിജറ പോയ റസൂലുള്ള പോയതുപോലല്ല ഉമർ പോയത്. ഉമർ എങ്ങനാ പോയത്? വാളങ്ങൂരി അവൻ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനിതാ ഖത്താബിന്റെ മകൻ ഉമറാണ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്, ഏതെങ്കിലും ഒരുത്തന് തടയണമെന്നുണ്ടെങ്കിൽ തടഞ്ഞുകൊള്ളുക. ഉമർ വാളൂരി പിടിച്ചപ്പോൾ ഖുറൈശികളുടെ ഹുങ്ക് എവിടെ പോയി മക്കളെ? ഉമർ ഊരിപ്പിടിച്ച വാളിന്റെ മുമ്പിൽ ആരും മിണ്ടിയില്ല. ഉമർ പരസ്യമായിട്ട് ഹിജറ പോയി. എന്നാൽ എപ്പോഴെങ്കിലും അള്ളാന്റെ റസൂല് പറഞ്ഞോ, ഉമർ ഞാൻ പോയതിനെതിരായിട്ട് പരസ്യമായി പോയത് ശരിയായില്ല എന്ന്? സഹാബാക്കളിൽ നിന്ന് എന്തെങ്കിലും ഒരു നേരിയ കാര്യം റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ അപ്പോഴായത്തിറക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉമർ പരസ്യമായിട്ട് ഹിജറ പോയതിനെ വിമർശിച്ചുകൊണ്ട് ആയത്തിറക്കിയോ? ഇല്ലെങ്കിൽ അത് റസൂലുള്ള സമ്മതിച്ചു കൊടുത്തെങ്കിൽ ചില കാര്യങ്ങൾ ഉമർ ചെയ്തത്, ചില കാര്യങ്ങൾ അബൂബക്കർ ചെയ്തത് അള്ളാഹുവിന്റെ റസൂൽ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മക്കത്തെ ഉമർ 20 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞെങ്കിൽ ഏത് ഉമർ മാറ്റി പറഞ്ഞാലും മക്കളെ 20 തന്നെ നിസ്കരിക്കുക മക്കളെ. 20 റക്അത്ത് തന്നെയാണ് പാരമ്പര്യം. അത് തന്നെയാണ് മുഴുവൻ സലഫികളുടെയും കേന്ദ്രമെന്ന് പറയാവുന്ന പരിശുദ്ധമായ മക്കാ മുക്കറമയിൽ നിസ്കരിക്കുന്നത് 20. ആ 20 റസൂലുള്ളാഹിന്റെ തിരുമുമ്പിൽ മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കുന്നത്. എന്നിട്ടും പോരാഞ്ഞു പിന്നെ രാത്രിയിൽ അവർ ഖിയാമുൽ ലൈൽ വേറെ നിസ്കരിക്കുന്നത്. ഇങ്ങനെയുള്ളപ്പോൾ പിന്നെന്തിനാ 8 ചുരുക്കുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അള്ളാഹുവിന്റെ ഹബീബ് കൊടുത്ത സലാത്ത് ഉണ്ടല്ലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസല്ലിം എന്ന ഉമറിന്റെ സയ്യിദിനാ കൂടെ ചേർത്ത സലാത്ത് അനസിയ എന്ന് പറയുന്ന